രണ്ടാഴ്ച മുൻപ് ജീവനൊടുക്കിയ SHO ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം ശരിവെച്ചുകൊണ്ട് അതിക്രമത്തിനിരയായ യുവതി മൊഴി നൽകി. ഡിവൈഎസ്പി ഉമേഷ് യുവതിയെ വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നായിരുന്നു ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണം. ഇതിന് പിന്നാലെ തന്നെ ഡിവൈഎസ്പി പീഡിപ്പിച്ചുവെന്ന് യുവതി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. ഏപ്രിൽ 15-ാം തീയതി വീട്ടിലെത്തിയ ഉമേഷ് തന്നെ ടെറസിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് യുവതി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് യുവതി മൊഴി നൽകിയത്. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ജില്ലാ പോലീസ് മേധാവി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. ബിനു തോമസിന്റെ 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലാണ് ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുള്ളത്. 2014-ൽ വടക്കാഞ്ചേരി CI ആയിരുന്ന കാലത്ത് ഉമേഷ് അനാശാസ കേസിൽപ്പെട്ട യുവതിയെ അവരുടെ വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. യുവതിയുടെ അമ്മയും 2 ആൺമക്കളും വീട്ടിലുള്ള സമയത്താണ് ഉമേഷ് അവരുടെ വീട്ടിലെത്തി യുവതിയെ പീഡിപ്പിച്ചതെന്നും കേസ് ഒതുക്കാനും മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കാനും യുവതിക്ക് ഉമേഷിനു മുന്നിൽ കീഴടങ്ങേണ്ടി വന്നുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. നവംബർ 15-നാണ് ചെർപ്പുളശ്ശേരി CHO ആയിരുന്ന കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശി ബിനു തോമസിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സഹപ്രവർത്തകരാണ് വൈകിട്ടോടെ ബിനുവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ജോലി സമ്മർദ്ദമാണ് മരണകാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. 6 മാസം മുൻപാണ് ബിനു തോമസ് സ്ഥലം മാറ്റം ലഭിച്ച് ചെർപ്പുളശ്ശേരിയിൽ എത്തിയത്.